നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീനാരായണപുരം എമ്മാട് വൃന്ദാവനത്ത് അമ്മയും 2 മക്കളും പൊള്ളലേറ്റ് മരിച്ചു. മരണം ആത്മഹത്യയാണെന്ന് പോലീസ്. കൊടുങ്ങല്ലൂർ സർക്കിൾ പരിധിയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ മതിലകത്ത് സർവകക്ഷി യോഗം. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ശ്രീനാരായണപുരം എമ്മാട് വൃന്ദാവനത്ത് അമ്മയും 2 മക്കളും പൊള്ളലേറ്റ് മരിച്ചു. പുത്തൻകാട്ടിൽ സുനിലിന്റെ ഭാര്യ സിന്ധു, മക്കളായ 7 വയസ്സുള്ള ആർച്ച, 5 വയസ്സുള്ള അതീന്ദ്ര എന്നിവരാണ് മരിച്ചത്. സിന്ധു മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് പറഞ്ഞു. സാമ്പത്തിക പരാധീനതയാണ് ആത്മഹത്യക്ക് കാരണമെന്ന് സൂചനയുണ്ട്. സിന്ധുവിന്റെ ഭർത്താവ് സുനിൽ ഗൾഫിൽ നിന്നും തിരിച്ചെത്തി എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്തായിരുന്നു സംഭവം. സുനിൽ മുൻപും വിദേശത്ത് പോയി ജോലി ശരിയാകാതെ മടങ്ങി വന്നിരുന്നു. ഇക്കുറി മടങ്ങി വരുന്നത് സുനിൽ സിന്ധുവിനെ അറിയിച്ചിരുന്നില്ലത്രേ. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഇയാൾ ഭാര്യയെ ഫോൺ ചെയ്ത് വിവരമറിയിക്കുകയായിരുന്നു. ഭർത്താവിന്റെ ഫോൺ വന്നതിന് ശേഷമാണ് സിന്ധു ആത്മഹത്യക്ക് ഒരുങ്ങിയത്. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ സിന്ധുവിനെയും മക്കളെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ഉം 2ഉം ക്ലാസുകളിലെ വിദ്യാർത്ഥിനികളാണ് മരിച്ച ആർച്ചയും അതീന്ദ്രയും. കൊടുങ്ങല്ലൂർ സർക്കിൾ പരിധിയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലെക്സ് ബോർഡുകൾക്ക് സമയപരിധി. കല്യാണ വീടുകളിലെ രാത്രി സൽക്കാരത്തിൽ മദ്യം വിളമ്പുന്നതിന് നിയന്ത്രണം. തീരമേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനായി മതിലകത്ത് ചേർന്ന സർവകക്ഷി യോഗത്തിന്റേതാണ് ഈ തീരുമാനങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലെക്സ് ബോർഡുകൾ പരിപാടിയുടെ 10 ദിവസം മുൻപ് മാത്രം സ്ഥാപിക്കുകയും പരിപാടി കഴിഞ്ഞ് 2 ദിവസത്തിനകം എടുത്തുമാറ്റുകയും വേണമെന്ന് യോഗം തീരുമാനിച്ചു. വിവാഹ തലേന്ന് നടത്തുന്ന മദ്യസൽക്കാരത്തിന് എക്സൈസ് വകുപ്പിന്റെ അനുമതി തേടണമെന്നും അനുമതിയില്ലാതെ മദ്യസൽക്കാരം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ മതിലകം സ്റ്റേഷനുകളിൽ തീരുമാനമാകാത്ത കേസുകളിൽ ഉടൻ നടപടിയുണ്ടാകുമെന്ന് SP അജിത ബീഗം രാഷ്ട്രീയ നേതാക്കൾക്ക് ഉറപ്പ് നൽകി. ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഈ ഫ്ലെക്സ് ബോർഡും ഫ്ലാഗ്സും സംബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. സോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫ്ലെക്സ് ബോർഡ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ ചേർന്ന ഒരു ആൾക്കാർ അത് ഏതെങ്കിലും ഡിസ്ട്രോയ് ചെയ്യാവോ ഏതെങ്കിലും ചെയ്താൽ പിന്നീട് അതിന്റെ കൗണ്ടറായിട്ടുള്ളൂ. അത് കൗണ്ടറായിട്ടൊരു കല്ലടിയും അത് കൗണ്ടറായിട്ടുള്ള പ്രശ്നവും. സോ എന്നെ സംബന്ധിച്ച് ഞാൻ കളക്ടർ മാഡത്തോടും ഒരു റിക്വസ്റ്റ് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച ചെയ്ത് നമുക്ക് ഫൈനലി ഈ ഫ്ലെക്സ് ഇല്ലാതെ ഒരു മതിലകം ഒരു മാതൃകയായി കേരളത്തിൽ തന്നെ ഒരു മാതൃകയായി ആവണം. സോ അതിന് വേണ്ടിയിട്ടുള്ള നടപടി നമുക്ക് എടുക്കുക, ഇവിടെ ചർച്ച ചെയ്ത് ചെയ്യാം. ഈ ഫ്ലെക്സ് ബോർഡ് വരുന്ന ഈ ഇത് സംബന്ധപ്പെട്ട ഇഷ്യൂസ് വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന വേണ്ടി ഒരു ഇഷ്യൂ ആണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി കൊടുങ്ങല്ലൂർ CIയുടെ സാന്നിധ്യത്തിൽ എല്ലാ മാസവും യോഗം ചേരുവാനും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. VS സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ MS ജയ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP രാജീവ്, കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KH നാസിമുദ്ദീൻ, PK ചന്ദ്രശേഖരൻ, പോണത്ത് ബാബു, EK സിദ്ധാർത്ഥൻ, PF ഡൊമിനിക്, അഡ്വക്കേറ്റ് PR കണ്ണൻ, PM അഹമ്മദ്, PB താജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തിരുത്തി പഞ്ചായത്ത് 18ാം വാർഡിലെ ചൂലൂരിൽ നിർമ്മിക്കുന്ന സുഹൃതം അംഗൻവാടിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ശിലയിട്ടു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റായിരുന്ന വലിയത്ത് ഇബ്രാഹിം കുട്ടി സാഹിബ് അവറുകളുടെ സ്മരണയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ വ്യവസായിയുമായിട്ടുള്ള സലീം വലിയത്ത് ഒരു 2011 ഓഗസ്റ്റ് 25-നാണ് ഇത് നമുക്ക് കൈമാറ്റം ചെയ്തത്. ചൂലൂർ LP സ്കൂളിൽ വെച്ച് വിപുലമായ ചടങ്ങിൽ MLAക്കാണ് അന്ന് കൈമാറ്റ ചടങ്ങ് നടത്തിയത്. അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അന്ന് വിപുലമായ ചടങ്ങിൽ വെച്ച് അന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ഭൂമി 2.5 ലക്ഷം രൂപ കൊടുത്താണ് അന്ന് ഉണ്ണിച്ചേട്ടൻ്റെ കയ്യിൽ പണി കിട്ടി. വാർഡംഗം നിഷ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, മതിലകം ബ്ലോക്ക് അംഗം ശാന്താരാമൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നചന്ദ്രൻ, ICDS സൂപ്പർവൈസർ ഓമന, പഞ്ചായത്ത് സെക്രട്ടറി PA ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. വലിയകത്ത് അബ്ദുൾ സലീമാണ് അംഗനവാടിക്കായി 3 സെന്റ് സ്ഥലം നൽകിയത്. 7 ലക്ഷം രൂപ ചെലവിട്ടാണ് അംഗനവാടി നിർമ്മിക്കുന്നത്.
കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചെന്ത്രാപ്പെണ്ണി കണ്ണനാംകുളം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഭക്തനെ ക്ഷേത്രം ഭാരവാഹികൾ മർദ്ദിച്ചതായി പരാതി. കളരിക്കൽ പ്രകാശനാണ് മതിലകം പോലീസിൽ പരാതി നൽകിയത്. ഇതേ തുടർന്ന് ഉപദേശക സമിതി സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവം ദേവസ്വം ഓഫീസറെ അറിയിച്ചിട്ടും അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ ആക്ഷൻ കൌൺസിൽ പ്രതിഷേധിച്ചു. ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ MD ശശിധരൻ, കണ്ണനാംകുളം ശിവകുമാർ, തോട്ടുങ്ങൽ പ്രവീൺ, വേണുഗോപാലൻ ഇരിങ്ങത്തുരുത്തി, വിമലാദേവി കൊട്ടാരത്തിൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. പെരിഞ്ഞനം ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രോത്സവം വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ആഘോഷിക്കും. വ്യാഴാഴ്ച രാവിലെ 10-ന് മുത്തപ്പന് രൂപക്കളമെഴുത്തും പാട്ടും, വൈകിട്ട് 5-ന് അഷ്ടനാഗങ്ങൾക്ക് കളമെഴുത്തും പാട്ടും, രാത്രി 10:30-ന് ശ്രീ ഭഗവതിക്കും ഖണ്ഡാകർണ സ്വാമിക്കും രൂപക്കളമെഴുത്തും പാട്ടും നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് നടക്കുന്ന കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടന്മാരാരും സംഘവും മേളമൊരുക്കും. വൈകിട്ട് നാദസ്വരം, തായമ്പക എന്നിവയും നടക്കും. ഇനിയൊരു ഇടവേള.